ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ദിനം ആഘോഷമാക്കി വിശ്വാസികൾ. ശിവഗിരിയിലും ചെമ്പഴന്തി വയൽവാരം വീട്ടിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു. ഗുരുദേവ ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരിയിൽ നാമസങ്കീർത്തനം, വൈകിട്ട് ഘോഷയാത്രയും നടന്നു. വയനാട്ടിലെ മഹാദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരുന്നു ചടങ്ങുകൾ. ഭാരതത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് തിരുജയന്തി ആഘോഷിക്കുകയാണ് നാട്. വർക്കല ശിവഗിരിയിൽ നടന്ന ജയന്തി ആഘോഷങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ വർഷത്തെ തന്നെ ഏറ്റവും യുഗപുരുഷൻ 170ാമത് ജന്മ ജയന്തി ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം. ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ടു. അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിന്റെ സുഗന്ധം തേടി ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാർക്കും ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹം മാത്രമല്ല, ഒരു ലോക സമൂഹം അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ദർശനം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ നടപടി വേണമെന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സ്വാമികളും പറഞ്ഞു. ആധുനിക കേരളം ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിലൂടെയാണ്. പക്ഷെ ആ ഗുരുവിന്റെ ജീവിത ദർശനം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ശിവഗിരിയിൽ മാറി മാറി ഞങ്ങള് സന്യാസിമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മാറി 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 വന്ന ഗവൺമെന്റുകൾക്ക് CK നായനാർ തൊട്ട് ഇപ്പോൾ പിണറായി വിജയൻ വരെയുള്ള ഇടയ്ക്കുള്ള എല്ലാവരും പേര് പറയുന്നില്ല, ദൈവദശ ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൂടാ. നിവേദനം ഞങ്ങൾ മാറി 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 സമർപ്പിച്ചില്ല. പക്ഷേ അതിലൊരു 3 ശ്ലോകം എടുത്താൽ മതി, 10 ശ്ലോകവും വേണ്ട. അത് നടപ്പിലായിട്ടില്ല. ശിവഗിരി കുന്നുകളിലും ശാരദാമഠം, വൈദികമഠം, ബോധാനന്ദ സ്വാമി സമാധി മണ്ഡപം, മഹാസമാധി എന്നിവിടങ്ങളിലും പ്രത്യേക ചടങ്ങുകളും നടന്നു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായാണ് ആഘോഷങ്ങൾ നടന്നത്. ജനം, തിരുവനന്തപുരം.